1994 ദേശീയ അവാർഡ് കിട്ടിയത് മമ്മൂട്ടിക്കാണ്. വിധേയൻ എന്ന സിനിമ, അതുപോലെ പൊന്തന്മാട എന്ന സിനിമ. ഈ രണ്ട് സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് അത് കിട്ടിയത്. ഈ രണ്ട് സിനിമയും ഞാൻ കണ്ടതാണ്. അതുപോലെ ഇനി മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ പറ്റുമോ ചോദിച്ചാൽ അഭിനയിക്കാൻ പറ്റൂല, അമ്മാതിരി പടമാണ്. ഇന്നും വിധേയൻ സിനിമയിലെ ക്യാരക്ടറൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണല്ലേ. ഇന്നിതാ ഒരു മണകൊണാഞ്ചൻ വന്ന് പറഞ്ഞിരിക്കുകയാണ്. പരേഷേട്ടൻ എന്നാണ് പേര്, BJP എന്തോ ആണ് ആളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 93 അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് സർദാർ. ഈ സർദാർ എന്ന സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുമായിരുന്നത്രേ. അതിന്റെ സംവിധായകനും അന്നത്തെ ആരൊക്കെയോ അദ്ദേഹത്തിനോട് പറഞ്ഞത്രേ, ഇത് നിങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളത്. അങ്ങനെ ഉറക്കൂല്ല, ഒന്നുമില്ല, ആളിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നടക്കുക. അങ്ങനെ 94 അവാർഡ് പ്രഖ്യാപനത്തിന്റെ ഭയങ്കര ഉന്മേഷത്തിൽ ഇങ്ങനെ ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് കസേരയിൽ ഇരുന്ന് ഉറക്കം തോന്നുന്ന സമയത്ത് അത്ര ഒരു കാര്യം അറിയുന്നത്, മമ്മൂട്ടി ഒരു ചതി ചതിച്ചു എന്നുള്ളത്. കേട്ടോട്ടോ, മമ്മൂട്ടി 94 അവാർഡിന് വേണ്ടിയിട്ട് ലോബിങ് നടത്തി എന്നുള്ളതാണ്. അതായത് അവിടെയുള്ള ആളുകളെ ചാക്കിലാക്കി എന്നാണ് പരേഷ് ചേട്ടായി പറയുന്നത്. എൻ്റെ പൊന്നു ചേട്ടായി, ഞങ്ങളുടെ നാട്ടിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കുന്ന ആ ഒരു തലത്തിലേക്ക് പോലും നിങ്ങൾ ആ സർദാർ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു സിനിമ ഞാൻ കാണണമല്ലോ. അപ്പോൾ ആ ഒരു സിനിമ പോയിട്ട് അങ്ങ് കണ്ടു. സിനിമയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 93 ഇറങ്ങിയ സിനിമയിൽ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരവും അതുപോലെ തന്നെ അതിനുശേഷം ഇന്ത്യയിൽ നെഹ്റു അധികാരത്തിൽ വരികയും ആ ഒരു സമയത്ത് ഇന്ത്യ പാക് വിഭജനം നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സർദാർ വല്ലഭായ് പട്ടേലിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താനും അദ്ദേഹം ഇതിനൊക്കെ നേതൃത്വം വഹിച്ചതുമാണ്. ആ ഒരു ക്യാരക്ടറിനെ, അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ ആ ഒരു സ്വാതന്ത്ര്യ സമര കാലഘട്ടം കഴിഞ്ഞ് ഇന്ത്യയിൽ സർക്കാർ രൂപീകരിച്ചപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഇടപെടലുകളാണ് സിനിമയിൽ കാണിക്കുന്നത്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സർദാറാണ്, ചെറുപ്പകാലം. ആ ഒരു സമയത്ത് ഗാന്ധിജി ഇങ്ങനെ ജനങ്ങളുടെയൊക്കെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം, അതിനുവേണ്ടി നമ്മളെല്ലാവരും ഇറങ്ങി പുറപ്പെടണം, അഹിംസയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോൾ വളരെ പുച്ഛഭാവത്തോട് കൂടിയിട്ട് സർദാർ അവിടെ ഇരിക്കുക. പിന്നീട് കുറച്ചും കൂടി കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അതുകൂടാതെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിയുടെ കൂടെ അങ്ങ് ഇറങ്ങുന്നു, നെഹ്റുവിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് സിനിമയിൽ. സ്വാഭാവികമായിട്ടും ഈ ഒരു സിനിമ ഇന്നാണ് ഇറങ്ങിയത് എങ്കിൽ മമ്മൂട്ടി ഇനി തലകൊത്തി മറഞ്ഞാലും അവാർഡ് കൊടുക്കൂല. അങ്ങനെ അമ്മാതിരി അഭിനയമൊക്കെ അഭിനയിച്ചു വെച്ചിട്ടും അദ്ദേഹത്തിന് അവാർഡുകൾ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തിനു പറയുന്നത്, കേരളത്തിൽ നിന്ന് പോലും നമ്മുടെ മമ്മൂക്കയെ സപ്പോർട്ട് പോലും കൊടുക്കുന്നില്ല. ഓർമ്മ ഉണ്ടല്ലോ നിങ്ങൾക്ക്, മേജർ രവി പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? അതായത് പേരൻപ് എന്ന സിനിമയിൽ വലിച്ചലായിരുന്നു അത്ര, വലിച്ചൽ. BJP അധികാരത്തിൽ വന്നതിന് ശേഷം മമ്മൂട്ടിക്ക് അങ്ങനെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? കിട്ടുമോ? അതാണ് ചോദ്യം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ പരേഷ് ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായിച്ചുതരാം. കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 93-94 ഞാൻ മൗറിഷ്യസിൽ ഷൂട്ടിങ്ങിലായിരുന്നു. ഓക്കെ, രാവിലെ 7:30-8 മണി ആ ഒരു സമയത്ത് മഹേഷ് ഭട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ വരുന്നതാണ്. പരേഷ്, നിങ്ങൾ എന്തെടുക്കുകയാണ് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. നിങ്ങൾ ഇപ്പോഴും ഉറങ്ങുകയാണോ? എപ്പോഴും ഉറങ്ങാൻ തൂങ്ങിയിട്ടാണല്ലോ സിനിമയൊക്കെ നമ്മൾ കണ്ടിരുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. സർ എന്ന ചിത്രത്തിന് നിങ്ങൾക്ക് ദേശീയ അവാർഡ് കിട്ടാൻ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പരേഷ് റാവൽ പറഞ്ഞ വാക്കാണത്. ദേശീയ അവാർഡ് സർ എന്ന സിനിമയിൽ. അപ്പൊ സർദാർ അല്ലേ? സർദാർ മുഴുവൻ കണ്ടിട്ട് അവസാനം സർ ആണോ? സോറി ട്ടാ, അപ്പൊ കഥ മാറ്റം ഉണ്ടാവും. എന്തായാലും സർദാറിന്റെ അഭിനയം ഞാൻ കണ്ടതാണ്. പിന്നീട് കൽപ്പന ലജ്മിയിൽ നിന്നും ഒരു ഫോൺ കോൾ കൂടി വന്നു. അടുത്തതും വന്നു. സർദാർ എന്ന ചിത്രത്തിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുകയാണെന്ന് അവർ പറഞ്ഞു. അപ്പൊ എന്നിൽ തെറ്റില്ല, സാറെ ഞാൻ കാണത്തുള്ളൂ, സർദാറെ ഞാൻ കണ്ടതാ. അഭിനയം പക്ക വട്ടപൂജ്യം. എന്താണ് കേട്ടത് എന്ന് ഉറപ്പിക്കാൻ ഞാൻ കേതൻ മേത്തയുടെ സർദാറിനാണോ എന്ന് ചോദിച്ചു. അതേ കേതൻ മേത്തയുടെ ചിത്രത്തിൽ തന്നെയാണ് ലജ്മി മറുപടി പറഞ്ഞു. അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പൊ പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ, രണ്ടാള് വിളിച്ചിട്ട് അയാളെ അങ്ങ് കയറ്റി വെച്ചു. നിങ്ങളുടെ അഭിനയത്തിന് അവാർഡ് കിട്ടാൻ പോകുന്നു എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചിട്ട് ഒന്ന് കുറച്ച് നേരെങ്കിലും കാണാൻ പറ്റുമോ നോക്കിട്ടോ. ഇയാളുടെ അഭിനയം ഒരിക്കലും ആ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറിയെ കുറിച്ച് ഒരു കുറ്റവും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ സിനിമയിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. കഥയെ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ അഭിനയം
അത്രേ പറയുന്നുള്ളൂ. ആവേശത്തിലായിരുന്ന താൻ ഡൽഹിയിൽ തിരിച്ചെത്തിയപ്പോൾ അവാർഡ് വാർത്തയറിഞ്ഞു. സർദാറിനല്ല, സർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സഹനടനുള്ള അവാർഡായിരുന്നു ലഭിച്ചത്. ഓക്കെ, സർദാറിനല്ല സർ. കിടക്കട്ടെ. വ്യക്തത വരുത്താൻ വേണ്ടി കേതൻ മേത്തയെയും നിരൂപകൻ ഖാലിദ് മുഹമ്മദിനെയും സംവിധായകൻ ശ്യാം ബെനഗലിനെയും രാഷ്ട്രീയ നേതാവായ സുബ്ബരാമി റെഡ്ഡിയെയും വിളിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് കേതൻ മേത്തയ്ക്ക് അറിയില്ലായിരുന്നു. എന്നാൽ സുബ്ബരാമി റെഡ്ഡി തന്നോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ലോബി ചെയ്യില്ല. ഞങ്ങൾ ലോബി ചെയ്തു, കഠിനമായി ലോബി ചെയ്തു, അഗ്രസീവായി ലോബി ചെയ്തു. ആ വർഷത്തെ അവാർഡ് മമ്മൂട്ടിക്കായിരുന്നു ലഭിച്ചതെന്ന് പരേഷ് കൂട്ടിച്ചേർത്ത്. എൻ്റെ പൊന്നു പരേഷ്, മമ്മൂട്ടി ചുമ്മാതെ അങ്ങ് പോയിട്ട് ലോബിങ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുണ്ടല്ലോ നിങ്ങൾ. അങ്ങനെ കിട്ടിയ അവാർഡാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പൊന്തന്മാടയും വിധേയനൊക്കെ കാണാം. പൊന്തന്മാട, വിധേയൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കായിരുന്നു അത്തവണത്തെ മികച്ച നടനുള്ള അവാർഡ്. മണിച്ചിത്രത്താഴിലെ അഭിനയത്തിന് ശോഭന മികച്ച നടിയായി, സർ വോ ചോക്രി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് പരേഷ് റാവൽ മികച്ച സഹനടനുള്ള അവാർഡ്. എന്നാലും കിട്ടിയില്ലടൂ. ABCD അഭിനയത്തിന്റെ അറിയാത്ത കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അവാർഡ് കിട്ടി എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം അഭിനയിച്ച ഈ സർദാർ എന്ന സിനിമയ്ക്ക് 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അന്ന് ബെസ്റ്റ് എഡിറ്റിങ്ങിനും ബെസ്റ്റ് മൂവിക്കുള്ള അവാർഡ് അത് ആ ഒരു സിനിമയ്ക്ക് കിട്ടിയെന്നുള്ളതാണ്. അനാവശ്യമായിട്ട് ചൊറിച്ചലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് മാന്തി വ്രണപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ കുറേ ആളുകൾ വരും. ഇയാളുടെ മുഴുവൻ പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരേഷ് റാവൽ എന്നാണ്. എന്തായാലും കൊള്ളാം. ഇന്ന് BJPയുടെ എന്തൊക്കെയായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ഇപ്പൊ ഒരു അവാർഡും കിട്ടാത്തത് എന്നുള്ളത്. ഇതൊക്കെ തന്നെ പണ്ട് മമ്മൂട്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് അവാർഡ് കൊടുക്കാതിരിക്കാൻ പരിപാടിയാണ്. അതുപോലെ പത്മശ്രീക്കും പത്മഭൂഷണൊക്കെ ഇവിടുന്ന് ആളുകളുടെ പേര് കൊടുക്കുമ്പോൾ മമ്മൂട്ടിയുടെ പേര് സർക്കാർ എപ്പോഴും കൊടുക്കും. മമ്മൂട്ടിയെ തഴയപ്പെട്ടു എന്നുള്ളതാ. KS ചിത്രയുടെ പേര് കൊടുത്തിരുന്നു തഴയപ്പെട്ടു എന്നുള്ളതാ. മേജർ രവി പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അതാണ്. അഭിനയിക്കാൻ അറിയില്ല പോലും മമ്മൂട്ടിക്ക്, അതുകൊണ്ട് അവാർഡ് കൊടുക്കണ്ട എന്നുള്ള. മമ്മൂട്ടിക്ക് നിങ്ങൾ ഞാൻ അവാർഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഒന്നുമില്ല എൻ്റെ പൊന്നു മക്കളെ, നമുക്കൊരു കുഴപ്പമില്ല. കാരണം മമ്മൂട്ടി ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് അദ്ദേഹം ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, അത്രേ പറയുന്നുള്ളൂ. ചെയ്യുന്ന സിനിമകളൊക്കെ മികച്ചതാണ്. ഈ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ പുതിയ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. അപ്പോൾ നിങ്ങൾ തുടരും എന്ന സിനിമ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കാണുക എന്നുള്ളതാണ്. ഇവിടെ ഒരു ഫാൻ ഫൈറ്റ് എന്നൊരു സാധനം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം തുടരും എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ ആ ഒരു പഴയ കാലഘട്ടത്തിൽ ഒരുപാട് സാധനങ്ങൾ അന്ന് നമ്മൾ മിസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അത് ഈ കാലഘട്ടത്തിൽ മിസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അതൊക്കെ ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തുടരും എന്ന സിനിമ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് റിവ്യൂ ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് റിവ്യൂ ഇട്ടിട്ടുള്ളത്. എന്നാൽ കുറേ ആളുകൾ, ഈ ഫാനോളികൾ എന്ന് പറയുന്ന കുറച്ച് ഭ്രാന്തായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ സ്നേഹിക്കേണ്ടത് സിനിമയെയാണ്. സിനിമയിൽ അഭിനയിക്കുന്നത് ആരാണെങ്കിലും അഭിനയത്തെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുക. ഒരു ബോഡി ഷെയ്മിങ്ങും അതും ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഈ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറ്റം പറയാൻ നമുക്കൊരു യോഗ്യതയില്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം അവർ അത്ര ഏജിലാണ് നിൽക്കുന്നത്. നമ്മളെ പോലെ ചാടി മറിഞ്ഞ് കളിക്കാനുള്ള ഒരു ഏജ് അല്ല അല്ലേ. നമുക്കൊരു 30-35 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്തു ചാടി മറിഞ്ഞ് കാണിച്ചു കൂട്ടാം. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ പ്രായം അതല്ല. അവർ ആ ഒരു രീതിയിൽ ഇപ്പം അഭിനയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സല്യൂട്ട് കൊടുക്കുക തന്നെ വേണം. ആ ഒരു രീതിയിൽ അവർ ഇപ്പോഴും അഭിനയിച്ച് മലയാള സിനിമയുടെ ടോപ്പിൽ നിൽക്കുകയാണ് അല്ലേ. ഓക്കെ, അതോടെ കിട്ടെ. മമ്മൂട്ടി എന്ന് പറയുന്ന നടന് ഇനി ദേശീയ അവാർഡ് കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് പോലും മമ്മൂട്ടിയുടെ സിനിമകൾ പരിഗണിക്കാതിരിക്കാനുള്ള പണികൾ നടത്തുന്നത് കണ്ടില്ല നിങ്ങൾ. അതാണ്. ഓക്കെ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ പരേഷ് ചേട്ടായി, നിങ്ങൾക്ക് അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിനയിക്കണം. ആ അഭിനയം മമ്മൂട്ടിയോട് മത്സരിച്ച് വെക്കാൻ കഴിയുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതൊരു വലിയ വെള്ളിത്തര. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. താല്പര്യമുള്ളവർക്ക് കൂടെ കൂടാം. വീണ്ടും വരെ പുതിയ സിനിമാ വിശേഷങ്ങളുമായി അതൊരു സന്ദീപ് അപ്പോൾ സൈനിങ്.